ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എല്ലാവരും ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് എന്താണ് മാജിക് അല്ലെങ്കിൽ എന്ത് ഐഡിയ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്കറിയാം, +1 കൊമേഴ്സിൽ മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരുപാട് കുട്ടികളൊന്നും ഇല്ലെങ്കിലും കുറച്ച് ആളുകളുണ്ട്. അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ആരൊക്കെയാണെന്നുള്ളത്. സോ അവരിലേക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അല്ലാതെ ആരും ഇത് പറഞ്ഞെത്തിക്കാൻ പോകുന്നില്ല. സോ ഈ വീഡിയോ മുഴുവനാണ്, ഒരു കുഞ്ഞു വീഡിയോ ആണ്, മുഴുവനായിട്ട് കാണുക. നിങ്ങളെല്ലാ ഫ്രണ്ട്സിനോട് വരാൻ പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇനി പഠിച്ചാലും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തരുന്ന ചോദ്യം എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ചാപ്റ്റർ വെയിറ്റേജ് എന്ന് പറയുന്നത്. പൊതുവെ സയൻസ് ബാച്ചിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടാണ് നിങ്ങളുടെ വെയിറ്റേജ് വരുന്നത്. നിങ്ങളുടെ കൊമേഴ്സിന് കുറച്ചുകൂടി പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയം എടുത്തുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് അതൊരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാമെങ്കിൽ, ഇനി അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് പഠിക്കാം. ഈ ചാപ്റ്ററും കണക്ട് ചെയ്തുകൊണ്ടാണ് പരീക്ഷയ്ക്ക് വരാറുള്ളത്. ഏതൊക്കെ ചാപ്റ്റർ? ഈ ചാപ്റ്ററും കണക്ട് ചെയ്തുകൊണ്ടാണ് പരീക്ഷയ്ക്ക് വരാറുള്ളത്. ഏകദേശം 16 മാർക്ക് കിട്ടാൻ ഈ 2 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ് സെറ്റ് എന്ന് പറഞ്ഞത്. 3 മാർക്കിന് ചോദ്യം വരും എന്നുള്ളതാണ് അതിലൊരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഞാൻ തരാം. കോണിക് ഉണ്ട്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്. അത് കുറച്ച് ലെങ്തിയുള്ള ചാപ്റ്ററാണ്. ഇനി നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കാം. ട്രിഗണോമെട്രി ആണെങ്കിലും 4 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ എന്താക്കേണ്ടത്, ഇനി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ആ ചാപ്റ്റർ വെയിറ്റേജ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ സീക്വൻസ് ആൻഡ് സീരീസ് 6 മാർക്ക് ഉണ്ട്, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. പിന്നെ 3 ഡയമെൻഷണൽ 4 മാർക്ക് ഉണ്ട്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. കോംപ്ലക്സ് നമ്പർ 3 മാർക്കാണ്. ലീനിയർ ഇനീക്വാലിറ്റി 3 മാർക്കാണ്. പറ്റുന്ന ആൾക്കാരൊക്കെ പഠിക്കുക, അല്ല അതൊക്കെ ഈസിയാണ്. ലീനിയർ ഇനീക്വാലിറ്റി ഒക്കെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ കൊമേഴ്സ് വിദ്യാർത്ഥികളോട് പറയാൻ പോകുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് 10 മാർക്കിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും 9 മാർക്കിൻ്റെ പ്രോബബിലിറ്റിയും 7 മാർക്കിൻ്റെ പെർമ്യൂട്ടേഷനും കോണിക്കും ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവും സ്ട്രെയിറ്റ് ലൈനും ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് സെക്കൻഡറി ആയിട്ട് നിങ്ങൾ പഠിക്കുക. കാരണം നിങ്ങളുടെ മുന്നിൽ 60 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാത്സ് മാത്രം പഠിച്ചാൽ പോരാ, മറ്റു സബ്ജക്റ്റിലും പഠിക്കാനുണ്ട്. സോ മാത്സ് പഠിക്കേണ്ട കുട്ടികൾ നിർബന്ധമായിട്ടും ഈ ചാപ്റ്റേഴ്സുകൾ ഈ വരുന്ന 10 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ എന്താക്കണം, ഞാൻ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു തീർക്കണം. അതിൽ ഇപ്പോൾ നിങ്ങൾക്ക് പല സ്കൂളിൽ ഈ 3 ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എടുത്ത ചാപ്റ്ററുകളായിട്ടുള്ള കോണിക്ക്, സ്ട്രെയിറ്റ് ലൈന്, സീക്വൻസ്, പെർമ്യൂട്ടേഷൻ, ഈ 4 ചാപ്റ്ററും നിങ്ങൾ ഈ 10 ദിവസത്തിനുള്ളിൽ പഠിച്ച് കഴിയണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്താക്കണം, ഈ 3 ചാപ്റ്റേഴ്സും ക്ലിയർ ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ചാപ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വെയിറ്റേജ് വരുന്നത്. 10, 9, 26 മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ 60 മാർക്കിൻ്റെ പകുതിയും കിട്ടാൻ പോകുന്നത് ഈ 3 ചാപ്റ്ററിനാണ്. എന്നിട്ട് അതും ഫോക്കസ് ചെയ്യാം. അപ്പം തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് എത്താൻ പറ്റും മക്കളെ. അങ്ങനെ ഒരുപാടൊന്നും നിങ്ങൾ പഠിക്കാതെ തന്നെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് വിട്ടുപോകരുത്, അതും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ ഐഡിയകളൊക്കെ ക്ലിയർ ആണെന്ന് പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. കുറച്ച് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷേ ആ കുറച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ സൈലത്തിൻ്റെ ക്ലാസ്സിലേക്ക് വരിക, അവിടെ ലൈവുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി കണ്ടാൽ മാത്രം മതി. സോ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, സൈലന്റ് ലേണിംഗ്. ബൈ.